നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ വളരെയധികം പ്രാതിനിധ്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വളരെയധികം മെസ്സേജുകൾ വരുന്നുണ്ട്. ഫ്രീ ആസ്ട്രോളജിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ പണം അടച്ച് അറിയാനായിക്കോട്ടെ, ഇതിനൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെസ്സേജുകൾ പലതും ഞാൻ ശ്രദ്ധിക്കുമ്പോഴല്ല പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, പല ആൾക്കാരും എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് രക്ഷപിടിക്കുന്നില്ല. എല്ലാം തൊടുന്നതെല്ലാം പരാജയങ്ങളിലേക്കാണ് പോകുന്നത്. ചിലപ്പോൾ ചിലർക്ക് ജീവിതം തന്നെ തകർന്ന അവസ്ഥ, കുടുംബ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ എന്താണ് ഇതിന് കാരണം? അവർ ചെയ്യുന്ന കുഴപ്പങ്ങളാണോ, അല്ലെ അവർ വേണ്ട വിധത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളും നടത്താത്തത് കൊണ്ടാണോ? അവർ പറയുന്നുണ്ട്, ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്, അല്ലെ എൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പ്രയത്നിക്കാത്തതുകൊണ്ടാണോ? ഞാൻ കഷ്ടപ്പെടാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഒരു ഗതി പിടിക്കാത്ത ഒരു അവസ്ഥയിലെത്താത്ത? വിദ്യാഭ്യാസക്കുറവ് കൊണ്ടാണോ? ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയങ്ങളിലേക്ക് പോകുന്നു, ജീവിതത്തിൽ എനിക്കൊരു വിജയം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു സ്ഥിതിയിൽ ഞാൻ എത്തുന്നില്ല, നല്ലൊരു ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അല്ലെ പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മളവരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കുറച്ച് ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ നല്ല സമയമായിരിക്കും, എങ്കിൽ പോലും ആ ഒരു സമയത്തിനനുസരിച്ചുള്ള അവരുടെ ജീവിതത്തിലെ വിജയം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയണം. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ശാസ്ത്രം തന്നെയുണ്ട്. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. പൂർവജന്മകൃതമായിട്ടുള്ള ദോഷങ്ങൾ വ്യാധിയായിട്ടും ദുരിതങ്ങളായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നു എന്നാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടൊരവസ്ഥ വരും. പല ആൾക്കാരും പറയാറുണ്ട്, പുനർജന്മമില്ല, അല്ലെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ. മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു, അല്ലേ, ജീവിച്ചു, അത് മണ്ണോട് ചേർന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ആത്മാവിന് ഒരിക്കലും നാശമില്ല. നമ്മുടെ ശരീരം, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരത്തിന് മാത്രമേ നഷ്ടമുണ്ടാവുന്നുള്ളൂ. ആത്മാവ് അത് നശിക്കുന്നില്ല. അത് ഓരോ പ്രാവശ്യവും ഓരോ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരോ രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, ചില ആൾക്കാർക്ക് കഴിഞ്ഞ ജന്മത്തിൽ അവരെവിടെ ജനിച്ചു എന്നൊക്കെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. ചില വളരെ ചുരുക്കം ആൾക്കാർക്കേ ഉള്ളൂ. ചിലർ പറയാറുണ്ട്, കണ്ടുപിടിക്കാറുണ്ട്, അല്ലെ ആ സ്ഥലത്തൊക്കെ പോവാറുണ്ടെന്ന് പറയാറുണ്ട്, അല്ലേ. എനിക്ക് ഈ സ്ഥലം പരിചയം, നമ്മൾ പോകുമ്പോൾ ഈ സ്ഥലം പരിചയം ഉണ്ടായിരുന്ന സ്ഥലമാണ്, പക്ഷേ ആൾ ഒരിക്കലും അവിടെ പോയിട്ടേ ഇല്ല. പക്ഷേ അയാൾക്ക് സുപരിചിതമായിട്ടുള്ള സ്ഥലമാണത്. അയാളുടെ ഓർമ്മയിൽ, അയാളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഈ സ്ഥലത്തെപ്പറ്റി എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എന്താണ് അതിനുള്ള കാരണം? കഴിഞ്ഞ ജന്മത്തിൽ അയാൾ ജീവിച്ച സ്ഥലങ്ങളിലൂടെ, അയാൾ കണ്ടുപോയ സ്ഥലങ്ങളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ അയാൾ നടന്ന് നീങ്ങിയത്, അല്ലെ അയാൾ യാത്ര ചെയ്തത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അയാൾക്ക് ആ കഴിഞ്ഞ ജന്മത്തിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഓർത്തെടുക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട്, അല്ലേ. എന്തിനു പറയും? ഉദാഹരണത്തിന് നമുക്ക് അല്ലാതെ ഈ തമിഴ്നാട്ടിലൊരു നാഡി ജ്യോതിഷം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നാഡി ജ്യോതിഷത്തിൽ അവർ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിയുമ്പോൾ അവരൊരു ഓല കൊണ്ടുവന്നിട്ട് പറയും, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ജനിച്ചത്, ഇന്നയാളുടെ മകനായിട്ടാണ് ജനിച്ചത്, അല്ലെ മകളായിട്ടാണ് ജനിച്ചതെന്ന് പറയും. ആ സ്ഥലപ്പേര് പറയും, താങ്കൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ജോലിയാണ് ചെയ്തതെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇതൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കും? അപ്പോൾ ഇങ്ങനെ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ജന്മത്തിലും അനുഭവിക്കേണ്ടതായിട്ട് വരും. നല്ലതെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ മോശമെങ്കിൽ മോശം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരിക്കുന്ന ദുരിതങ്ങൾ, അല്ലെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത ദുഷ്ടതകൾ, അല്ലെ നല്ല കാര്യങ്ങൾ,
ഒക്കെ തന്നെ നമുക്ക് ഗുണവും ദോഷവുമായിട്ട് ഈ ജന്മത്തിൽ ലഭിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഒരു പ്രശ്നങ്ങളും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ദൈവം ഇങ്ങനൊരു വിധി തന്നു, എന്നും എനിക്ക് ദുരിതവും കണ്ണുനീരും മാത്രമേ ഉള്ളല്ലോ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനായി നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ദുരിതങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിന് ഉള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് മാത്രം ചെയ്യുക ഈ ജന്മത്തിൽ. ഇപ്പം നമ്മുടെ ആൾക്കാർ കൂടുതലും അതിനത്തെ വീട്ടിൽ പിന്നെ തീ പുകയുന്നുണ്ടോ, അല്ലെ അവന് SUV ആണോ എടുത്തേക്കുന്നത്, എൻ്റെ മറ്റേ സാധാരണ കാറാണല്ലോ, അവൻ SUV എടുത്തല്ലോ, ഇനിയിപ്പോൾ എനിക്കും അത് എടുക്കണമല്ലോ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പലരുടെയും ചിന്ത. അല്ലെങ്കിൽ അവൻ അപ്പുറത്ത് കുറച്ച് വസ്തു വാങ്ങിച്ചു, എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ലല്ലോ, ഈ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ പോകുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ മാറണം. നമ്മുടെ ആ ഒരു മാനസിക സ്ഥിതി മാറണം. പിന്നെ മറ്റൊരു കാര്യമെന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഒത്തിരി പൈസ ദാനധർമ്മം എന്ന നിലയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ദേവാലയത്തിൽ പോയിട്ട് നമ്മൾ ദേവാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവിടെ സമർപ്പിക്കും, അല്ല ദേവാലയത്തിൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, അല്ലെ നമ്മൾ ദേവാലയത്തിന് പെയിൻ്റ് അടിക്കാനുള്ള പൈസ കൊടുക്കും, അല്ല സ്വർണം പൂശാനുള്ള പൈസ കൊടുക്കും, അല്ലെ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ വേണം കുറച്ചൊക്കെ. പക്ഷേ അതൊന്നും അല്ല ദൈവം കാണുന്നത്. ദൈവത്തിൻ്റെ കണ്ണിൽ ഈ പറയുന്ന എന്താണ്, സ്വർണം പൂശിയ കൊടിമരമോ അല്ലെങ്കിൽ അമ്പലത്തിന് ചുറ്റുവിളക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ മറ്റ് ദേവാലയങ്ങൾക്ക് അവർ വേണ്ട വലിയ ബിൽഡിങ്, ഹാള്, പാരീഷ് ഹാള്, മറ്റേത് മറിച്ച് ഇതിന് പണിത് കൊടുക്കാനുള്ള പൈസ കൊടുക്കുക. അപ്പോൾ ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുറേയേറെ ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിച്ചു. പക്ഷേ ദൈവം ഇതാണോ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണോ? ദൈവത്തിന് ഇതാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ദൈവം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് അങ്ങനെ ആർഭാടം ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല ദൈവം. നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അംശമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രഭാവം അനുഭവപ്പെടുന്ന ആൾക്കാരാണ് മനുഷ്യജീവികൾ, അല്ലെ മനുഷ്യർ എന്ന് പറയുന്നത്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അവരുടെ കണ്ണീര് ഒപ്പാൻ വേണ്ടി ശ്രമിക്കുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ, രോഗദുരിതങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ തോതിലൊരു സഹായം. അതുകൂടാതെ തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മുടെ പിന്നെ മക്കളോ അല്ലെ മറ്റവരോ മറിച്ചവരോ ഒക്കെ കൊണ്ടുപോയി പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കളെ കൊണ്ട് ചിലപ്പോൾ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടാക്കി കളയും. അപ്പോൾ അവിടെയൊക്കെ ഒരു മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന രക്ഷിതാക്കളുടെ മനസ്സുണ്ട്. അവരെ പോയി കാണുക, അവരുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കുക, അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് അത് കൊടുക്കുക. അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ കാണുക, അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ നമ്മൾ കൊടുക്കുക. ഇതൊക്കെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ദുരിതങ്ങളും ദോഷങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ജന്മത്തിൽ. അല്ലാതെ ഈ ജന്മത്തിൽ ഞാൻ വലിയ ദാനധർമാദികൾ ചെയ്തു, അല്ല ഞാൻ ക്ഷേത്രത്തിന് വേണ്ടി ഇത്ര ചെയ്തു, ഞാൻ ദേവാലയത്തിന് വേണ്ടി ഇത്ര കൊടുത്തു, അല്ല ഞാൻ ഇതിന് ഇങ്ങനെ ചെയ്തു, അതൊക്കെ നമ്മൾ ആർഭാടം, നമ്മുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അതിനൊന്നും ദൈവത്തിന് ആവശ്യമില്ല. അപ്പോൾ അതല്ലാതെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ വേണ്ടതായിട്ടുള്ള പിന്നെ ദാനധർമാദികൾ ചെയ്യുക. ഒരു നേരത്തെ അന്നദാനത്തിനുള്ള വക കൊടുക്കുക, അല്ലെ അന്നദാനം കൊടുക്കുക. അതിൽ പരം വലിയൊരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ ഇല്ല. പിന്നെ നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ പാവപ്പെട്ട ഒരു ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സഹായമായിട്ട് ചെയ്യുക. രോഗം കൊണ്ട് വളയുന്ന ആൾക്കാർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ ജന്മത്തിലെ ദുരിതങ്ങൾക്ക് പരിഹാരമായി ഈ ജന്മത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നർത്ഥം. നല്ലത് ചെയ്യുക, നല്ലത് മാത്രം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കുടുംബം നല്ല രീതിയിൽ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കും. നമ്മുടെ സന്തതി പരമ്പരകൾ
നല്ല രീതിയിൽ ജീവിക്കും. നമ്മുടെ കുടുംബം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകും. ഇല്ലെങ്കിൽ നമ്മളോട് കൂടി നമ്മുടെ ആ കുടുംബം നശിക്കുകയും ആ ഒരു പരമ്പര തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക. നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യരുത്. അതായത് ഫലേച്ഛ കൂടാതെ ചെയ്യുക എന്നർത്ഥം. അപ്പോൾ അത് ദൈവം കാണും. നമുക്ക് നമ്മുടെ കണ്ണിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ പുരികത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകും എന്നർത്ഥം. ഉടനടിയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതായത് ഇപ്പം പ്രശ്നങ്ങൾ അല്ലെ ദുരിതങ്ങൾ ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ജന്മത്തിൽ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കും. പിന്നെ ബാക്കിയുള്ളത് അടുത്ത ജന്മത്തിലേക്ക് വച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചൊരിക്കലും കാണാതിരിക്കുക. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെയും സിരകളിൽ ഒഴുകുന്ന രക്തം അതിൻ്റെ കളറ് ചുമപ്പാണ്. അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കളർ ഇന്നത്, ക്രിസ്ത്യൻ്റെ കളർ ഇന്നത്, മുസ്ലിമിൻ്റെ കളർ ഇന്നത് എന്നൊന്നുമില്ല. നമ്മളൊരിക്കലും അങ്ങനെ തരംതിരിച്ച് കാണാതിരിക്കുക. അല്ല ഇവൻ ഹിന്ദുവാണ്, ഇവൻ ക്രിസ്ത്യനാണ്, ഇവൻ മുസ്ലിമാണ്, അങ്ങനെ ഓരോ മതഭാഗങ്ങളെയും ദൈവം സൃഷ്ടിക്കുന്നില്ല. എല്ലാവരെയും ഒരേ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെടാത്തതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ദുരിതങ്ങളുടെ ഫലമാണ് ഈ ജന്മങ്ങളിൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിലെങ്കിലും കഴിവതും നല്ലത് ചെയ്ത് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.